ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിൽ 8ാമത്തെ ദിവസം ജെറുസലേമിൽ പ്രൊട്ടസ്റ്റ്, പ്രതിഷേധം തുടരുകയാണ്. 8ാമത്തെ ദിവസം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഷിൻബെറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ശക്തമായിട്ട് ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഷിൻബെറ്റിന്റെ റോണൻ ബാർ എന്ന് പറഞ്ഞ വ്യക്തി വാ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് അയാൾ മിണ്ടിയിട്ടില്ല. അത് അയാളെ ഫയർ ചെയ്യുന്ന സമയത്തും അയാൾ മിണ്ടിയിട്ടില്ല, അയാൾക്കെതിരെ നടപടികൾ എടുത്ത ഒരു സമയത്തിലും അയാൾ മിണ്ടിയിട്ടില്ല. അപ്പൊ ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നടപടി എടുക്കാന്ന് പറഞ്ഞാൽ, ഒരാളെ പിരിച്ചുവിടാന്ന് പറഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് പിരിച്ചുവിടുകയല്ല. അവരൊരു അനൗൺസ്മെന്റ് നടത്തി നെസറ്റിൽ വെച്ചിട്ട് ആ ബില്ലൊക്കെ പാസ്സാക്കി എടുത്ത് റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഒരു 1.5 മാസം പിടിക്കും. അതുകൊണ്ട് ഏപ്രിൽ പകുതി വരെ ഷിൻബെറ്റിൽ റോണൻ ബാർ തന്നെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് റോണൻ ബാർ മാത്രമാണോ കുറ്റക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, റോണൻ ബാറിനല്ല ആക്ച്വലി ആ കോൾ വന്നത്. റോണൻ ബാർ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. അതുകൊണ്ട് അയാൾ മാന്യമായിട്ട് ആ ഒരു ചുമതല ഏറ്റെടുക്കുകയാണ്, ആ റെസ്പോൺസിബിലിറ്റി അയാൾ ഏറ്റെടുക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം അമേരിക്കയുടെ ഇടപെടൽ ഇസ്രായേലിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും, 100% ഉണ്ടാവും. കാരണം ലിറ്ററലി മിഡിൽ ഈസ്റ്റിലെ ഒരു അമേരിക്ക എന്ന് തന്നെയാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇടപെടൽ ഇസ്രായേലിന്റെ ഉള്ളിൽ 100% ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അതിനകത്ത് ഈ ഷിൻബെറ്റിനെ അല്ല, മൊസാദിനെ അല്ല, ആര് പോയാലും അവിടെ ചില ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടും. അതെല്ലാം ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ച വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ആക്രമണം നടന്ന ഒക്ടോബർ 7 അന്ന് രാവിലെ വിളി പോയിട്ടുണ്ട്, ബോർഡർ സെക്യൂരിറ്റിയിൽ നിന്ന് വിളി പോയിട്ടുണ്ട്. അത് ഷിൻബെറ്റിന്റെ ഓഫീസിലേക്കാണ് പോയത്. അപ്പൊ ഷിൻബെറ്റിന്റെ ഓഫീസിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളാരാണ്, അവരെന്ത് മെസ്സേജാണ് ഇയാൾക്ക് കൈമാറിയത്, എന്ത് ഇറസ്പോൺസിബിലിറ്റിയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനിയിപ്പോ ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറി നിന്നിട്ട് വേണം ഇനിയിപ്പോ അതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ. ഈ ഒക്ടോബർ 7 ബന്ധപ്പെട്ട് ഷിൻബെറ്റിന്റെ മേധാവിയായിട്ട് ഇരിക്കുന്ന ഈ ഒരു റോണൻ ബാറിനെതിരെ അന്വേഷണം വരും, 100% ഉറപ്പാണ്. അയാൾ ഇന്നലെ പറഞ്ഞത്, നിങ്ങൾ എന്റെ മേലിൽ ആരോപണം ഉന്നയിച്ചു, ശരി, ഓക്കെ, നിങ്ങൾ എന്നെ പദവിയിൽ നിന്ന് പുറത്താക്കി, ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ എന്നെ ജയിലിൽ അടയ്ക്കാൻ പറയുന്നു, ഓക്കെ, ഇനിയിപ്പോ എന്താണ് വേണ്ടി വന്നാൽ നിങ്ങൾ എന്നെ കൊല്ലുവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയാൾ വളരെ ഫ്രാങ്ക് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇതൊക്കെ സർക്കാർ തലത്തിൽ പാർട്ടിപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളും കേസുകളൊക്കെ ഡീൽ ചെയ്ത് അവർ മുന്നോട്ട് വരും. അതൊക്കെ വേറെ വിഷയങ്ങളെന്ന് വെച്ചോ. ഈ റോണൻ ബാറിന്റെ കേസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നെതന്യാഹുവിന്റെ മേളിൽ പുതിയൊരു ആരോപണം, അതായത് ഖത്തറിൽ നിന്നും പൈസ ഹമാസിന് പോയത് നെതന്യാഹു അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഖത്തർ എന്തെങ്കിലും ഫണ്ട് ഹമാസിന് ഒഫീഷ്യലി കൊടുക്കുന്നെങ്കിൽ അത് ഇസ്രായേലിനെ അറിയിച്ചിട്ട് കൊടുക്കണം എന്നുള്ളത് ഒരു നിയമമാണ്. അപ്പൊ അവർ അതിനൊരു പർപ്പസ് ഉണ്ടാക്കും, ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പൈസ കൊടുക്കുന്നതെന്ന് ഖത്തർ പറയും. പക്ഷെ അതേ പർപ്പസിന് തന്നെയാണോ ഹമാസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മോണിറ്റൈസേഷൻ നടത്തേണ്ടത് ഖത്തറാണ്, ഇസ്രായേൽ അല്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. യെസ്, നെതന്യാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൈസ പോയത്. നെതന്യാഹു അല്ല, ഇസ്രായേലിൽ ഏത് പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ടെങ്കിലും ആ പ്രൈം മിനിസ്റ്ററിന്റെ അറിവോടുകൂടിയായിരിക്കും ഈ പൈസ പോകുന്നത്. പക്ഷെ അവിടെ അതല്ലാതെ ഇസ്രായേലിന് പറയാൻ പറ്റില്ലല്ലോ ഇത്ര രൂപ ഖത്തറിൽ നിന്ന് വന്നെന്ന് പറഞ്ഞിട്ട്. രഹസ്യമായിട്ട് ഖത്തർ പൈസ കൊടുക്കുന്നെങ്കിൽ അറിയാൻ പറ്റില്ല. രഹസ്യമായിട്ട് ഖത്തർ പൈസ വേറെ കൊടുക്കുന്നുണ്ട്, ചാക്കിൽ കെട്ടിയൊക്കെ കൊണ്ട് ഇറക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ലീഗലി ഒഫീഷ്യലി അവർ കൊടുക്കുന്ന പൈസ, റെക്കോർഡിക്കലി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പൈസ, ഖത്തറിന്റെ ഗവൺമെന്റ് അഥവാ ഖത്തറിന്റെ ആ ഒരു ചാരിറ്റി സംഘടനയിൽ നിന്ന് ഹമാസിന് കൊടുക്കുന്ന പൈസ ഇസ്രായേലിന്റെ അറിവോടാണ് കൊടുക്കുന്നത്. ഇന്ന പർപ്പസിന് വേണ്ടി, ഈ പൈസ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ഈ പൈസ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഈ പൈസ പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ ഫണ്ടുകൾ വിവിധ തരത്തിലാണ് ഖത്തർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇസ്രായേലിൽ തീർച്ചയായിട്ടും ഏതൊരു പ്രൈം മിനിസ്റ്ററും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പൈസ വരുന്നത്. പിന്നെ അറിയാതെ വന്ന പൈസയാണ് ഈ ഫണ്ടിങ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നെതന്യാഹു അറിഞ്ഞുകൊണ്ട് വരുന്ന കാര്യമല്ല. അങ്ങനെ നെതന്യാഹു അറിഞ്ഞുകൊണ്ട് ഒരു ഖത്തറിലേക്ക് ഒരു ഇല്ലീഗൽ ഫണ്ടിങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴേ ഹമാസ് അത് വിളിച്ച് പറഞ്ഞേനെ. നെതന്യാഹു അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പൈസ മേടിച്ചെന്ന് വിളിച്ച് പറയത്തില്ലേ? ഇത്രമാത്രം ഗാസയ്ക്കുള്ളിൽ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ വിളിച്ച് പറയും. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള സില്ലി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, അതായത് ഷിൻബെറ്റിന്റെ മേധാവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ അറ്റോർണി ജനറലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രതിപക്ഷം ഈ രീതിയിലുള്ള ചില ഗിമിക്കുകളൊക്കെ കൊണ്ടുവരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിന്റെ പൊളിറ്റിക്കൽ സ്റ്റേജറാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഇതൊരു സൈഡിൽ നിൽക്കെ തന്നെ അടുത്ത് നമ്മൾ ഗാസ ഇഷ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇസ്രായേലിൽ പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നെതന്യാഹുവിന് ഈ ഗാസ സ്ട്രിപ്പിനെ ട്രംപ് പൂർണ്ണമായിട്ട് എടുക്കുന്നതിനോട് യോജിപ്പില്ല, നമ്പർ 1. ഓക്കെ, കാരണം ഇത്രയും കാലം അവർ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത സംഗതിയാണ്. അപ്പൊ അതിനെ അമേരിക്ക പൂർണ്ണമായിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഇസ്രായേൽ ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് നെതന്യാഹു ഇഷ്ടപ്പെടുന്നില്ല. ഗാസയായാലും വെസ്റ്റ് ബാങ്ക് ആയാലും ഇസ്രായേലിനൊപ്പം ചേർന്നിരിക്കണം എന്നാണ് നെതന്യാഹു താല്പര്യപ്പെടുന്നത്. പക്ഷെ ട്രംപ് വിടാപ്പിടിയായിട്ട് നിൽക്കുകയാണ്, അത് റിയൽ എസ്റ്റേറ്റ് മേഖലയായിട്ട് മാറ്റിയേ തീരൂ എന്നുള്ള നിലയിൽ. അപ്പൊ അതിന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് UAEയുടെ റെപ്രസെന്റേറ്റീവ്, UAEയുടെ അബുദാബിയിലെ ഭരണാധികാരിയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈജിപ്തിനെ വിളിച്ച് ഒന്ന് വാൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിനെ വിളിച്ച് വാൺ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ നിർബന്ധം പിടിച്ച് ഞങ്ങൾ ഗാസയിലെ ജനങ്ങളെ എടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ എയ്ഡ് മൊത്തം ഞാൻ കട്ടാക്കും. ഇതങ്ങ് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്.
ഇത് UAE ഓൾറെഡി വിളിച്ച് വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. ഈജിപ്റ്റ് ഇങ്ങനെ നിരന്തരം ഞാൻ ഗാസയിലെ ജനങ്ങളെ എടുക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്കണോമിക് എയ്ഡ് കട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ച് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്പർ 1. ഈജിപ്റ്റ് ഇപ്പം ഒരു ലെവലിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്റ്റിന് ഒരു മാർഗ്ഗമില്ല, എടുത്തേ പറ്റൂ. അവിടെ ടെന്റ് അടിച്ചോ ഷെഡ് അടിച്ചോ, നിങ്ങൾ ഏത് ലെവലിലോ നിങ്ങൾ ഗാസയ്ക്കുള്ളിൽ വണ്ടിയായിട്ട് കൊണ്ട് ഇറക്കിയില്ലേ ടെന്റുകൾ, അതേപോലത്തെ ടെന്റുകൾ റെഡിമെയ്ഡ് ഹൗസുകൾ അവിടെ കൊണ്ട് വെച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈനായ് പെനിൻസുലയിൽ വെറുതെ കിടക്കയിലെ സ്ഥലം അവിടെ അങ്ങ് ആൾട്ടർ ചെയ്യുന്നു, അതിൽ വെറുതെ കിടക്കയിലെ സ്ഥലം അവിടെ കൊണ്ട് ഇരുത്തിക്കോ എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെ വേണേലും എന്ത് വേണേലും ചെയ്തോ, ഇവിടെ നിന്ന് ആൾക്കാരെ മാറ്റുക എന്നുള്ളതാണ്. ഇതിലുപരിയായിട്ട് റൊമാനിയയിൽ നിന്ന് ഒരു മിലിറ്ററി ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് നിശ്ചിത തോതിലുള്ള ഗാസൻസ് അതിനകത്ത് കയറ്റി വിട്ടിട്ടുണ്ട് റൊമാനിയയിലിട്ട്. അപ്പൊ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ കുറച്ചായിട്ട് കയറ്റി അയക്കുകയാണ്. ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതിലുപരിയായിട്ട് ഇസ്രായേൽ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഇറക്കിയിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ. അവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക എന്നുള്ളതല്ല, അവർ പോയി ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അവർ ഗാസയ്ക്കുള്ളിൽ പോവുക, വെപ്പൺ, അവരെല്ലാം ആംഡ് പീപ്പിൾ തന്നെയാണ്, അവർ ആംഡ് പീപ്പിൾ തന്നെയാണ്, IDF ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷെ അവര് ആക്രമിക്കാനല്ല പോകുന്നത്. തീർച്ചയായിട്ടും അവരെ ആക്രമിക്കാൻ വന്നാൽ അപ്പോഴേ പൊട്ടിച്ചവിടെ ഇടും, അത് വേറെ കാര്യം. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റുകൾ തോറും വീട് തോറും പോയിട്ട് ഓരോ ഏരിയ തിരിച്ചിട്ട് അവിടെ പോയിട്ട് അവരെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുക. എന്നിട്ട് അവരെ ഒഴിഞ്ഞു പോകാൻ തയ്യാറാക്കുക. ഇനി ഒഴിഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഡ് ലൈൻ കൊടുക്കുക. മറ്റന്നാൾ ഇല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം ഇവിടെ ബോംബ് വീഴും, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ഇവിടെ നിന്ന് കെട്ടി പൊക്കോ എന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വോളണ്ടറി ഡിപ്പാർച്ചർ എന്നാണ് പറയുന്നത്. വോളണ്ടറി ഡിപ്പാർച്ചറിന് സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. എന്തായാലും ഗാസയെ ഫുൾ ആൻഡ് ഫുൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഹമാസുമായിട്ട് നല്ല രീതിയിലുള്ള കൺഫ്രണ്ടേഷൻ വരും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സെൻട്രൽ ഗാസ ഒരു ഫോക്കസ് പോയിന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇതൊരു ലിമിറ്റഡ് ടൈം പ്രോസസ് ആണെന്ന്. അതായത് വളരെ കുറഞ്ഞ ടൈമിൽ ഇത് നടത്തി തീർക്കണം ഇസ്രായേൽ. അതായത് ഒരുപാട് നാളത്തേക്ക് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, അത് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇൻഫർമേഷൻസ് വളരെ ക്ലിയർ ആയിട്ട് ഇസ്രായേലിന് പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അബ്രഹാം അക്കോർഡാണ് ഏറ്റവും കൂടുതൽ അടുത്ത നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഇതിനകത്ത് അബ്രഹാം അക്കോർഡിൽ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഗാസയിൽ ഇത്രമാത്രം ആക്രമണം നടക്കുന്നത്. ഇവർക്കെല്ലാം ഈ പാലസ്തീനികൾ എങ്ങനെയും ഇറങ്ങി പോയാൽ മതി എന്നായി. ഇപ്പം ഇവരാരും തന്നെ ഒന്നും മിണ്ടാട്ടമില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള ചില അങ്കലായ്പും ചില വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ വരുന്നത്. ബാക്കിയുള്ള അറബ് രാജ്യങ്ങൾക്കൊന്നും ഒരു വിഷമവും ദുഃഖവും ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് അബ്രഹാം അക്കോർഡിൽ സിറിയ ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സിറിയ HTS ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കുറെ ആൾക്കാരും കൂടെ ഉണ്ടാവും. സിറിയയിലെ ഗോലാനി, അത് അൽ ഷാറ എന്ന് പറഞ്ഞ ആ ഒരു ലീഡർ പറഞ്ഞിരിക്കുന്നത് ഞാൻ മാത്രമല്ല കുറെ രാജ്യങ്ങളെ കൂടെ ഞാൻ ചേർത്തോണ്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം അക്കോർഡിന് ചേരാനേ സൗദി നോർമലൈസേഷൻ റെഡിയാണ്, UAE റെഡിയാണ്, ലെബനാൻ റെഡിയാണ്, സിറിയ റെഡിയാണ്. സിറിയ അതിലുപരിയായിട്ട് കുറെ രാജ്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തോണ്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊറോക്കോ ഒക്കെ ഓൾറെഡി സൈൻഡ് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ രാജ്യങ്ങൾ ഓൾറെഡി തന്നെ ഇസ്രായേലുമായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. അവരുമായിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് ഒരു ഓപ്പൺ ആയിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ട്രംപിന്റെ അടുത്ത പ്ലാൻ. ഇത് വളരെ വ്യക്തമായിട്ട് ഫസ്റ്റ് ഇയറിനുള്ളിൽ ഇത് മൊത്തത്തിൽ ക്ലിയർ ആക്കിയിട്ട് അബ്രഹാം അക്കോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ ശക്തമായ പോയിന്റ് ആണ്, നിങ്ങൾ കുറിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഇനി ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ഗാസയൊക്കെ നല്ല വെടിപ്പായതിനു ശേഷമായിരിക്കും ഈ പോയിന്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി തന്നെ എക്സ്പെർട്ട് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് വായിച്ചിട്ടാണ് നമ്മൾ ഈ വാർത്തയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അർമേനിയയും അസർബൈജാനും തമ്മിൽ ഒരുമിച്ചതിൽ അവരുടെ ഒരു പീസ് ഡീൽ ഉണ്ടായല്ലോ, UAE ആണ് അതിന് വഴിയൊരുക്കിയത്. അപ്പൊ അതില് രണ്ടുപേർക്ക് നല്ല സങ്കടമുണ്ട്, ഇറാനും തുർക്കിക്കും. അപ്പൊ ഇറാനും തുർക്കിയും ചേർന്നിട്ട് അമേരിക്ക ഓൾറെഡി അപ്രീഷിയേറ്റ് ചെയ്തവനെ, പക്ഷെ അതേസമയം ഇറാനും തുർക്കിയും കൂടെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കും അതിൽ നല്ല സന്തോഷമുണ്ട്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ്, ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യോമാർ രണ്ട് ഇങ്ങനെ ആയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ എങ്ങനെയെങ്കിലും ഇവമാരാണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ മിടുക്കന്മാരാണ് ഈ തുർക്കിയും ഇറാനും. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്നലെ അർമേനിയ വിസിറ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ തിരികൊളുത്തിയിട്ടുണ്ടെന്ന് ആർക്കറിയാം, കണ്ടറിയണം. ഇതൊക്കെ ഇനി പൊട്ടിപ്പുറപ്പെടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഗാസ യുദ്ധം ഫിനിഷ് ലൈനിലെ അവസാനിക്കൂ എന്നാണ് ഇസ്രായേൽ ഗഡ്സ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഗാസ യുദ്ധം ഫിനിഷ്ഡ് ലൈനിലെ അവസാനിക്കൂ, അതായത് ഒരു സക്സസിൽ മാത്രമേ അവസാനിക്കൂ, അതിലുപരിയായിട്ട് ഇനി ഒരു തിരിഞ്ഞുനോട്ടം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബന്ദി ഗിന്തി അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ബന്ദികളെ വിടുന്നെങ്കിൽ വിട്ടോ, അത് നിങ്ങളുടെ താല്പര്യം. ഇനി ഇസ്രായേൽ വന്ന് കാല് പിടിച്ചിട്ട് ബന്ദികളെ വിടൂ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് തരേണ്ട ഇനഫ് ടൈം തന്നു കഴിഞ്ഞു. നിങ്ങൾ ചെയ്തത് തീവ്രവാദ പ്രവർത്തനം, ആ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ എന്താണ് നിങ്ങൾ അനുഭവിക്കേണ്ടത് അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലിടയ്ക്ക് ഗാസയ്ക്കുള്ളിൽ ഹമാസിനെതിരെ പ്രൊട്ടസ്റ്റ്, അത് നൂറുകണക്കിന് ആൾക്കാർ ചില മൂലകളിലൊക്കെ ഹമാസിനെ എതിർത്ത് പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഹമാസിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണോ ഇത് ചെയ്യുന്നെന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട് കേട്ടോ. ഹമാസിന്റെ പെയ്ഡ് വർക്കാണോ എന്നുള്ള സംശയം ഇതിനകത്തുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഗാസയ്ക്കുള്ളിൽ ഹമാസിനെ എതിർത്ത് പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹമാസ് വെച്ചോണ്ടിരിക്കുമോ? ഇതിനകത്ത് പല ആൾക്കാരും ഈ ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് ഇവന്മാരുടെ ഉടുപ്പും ഈ കോലം എല്ലാം ഊരി അങ്ങ് അയച്ച് മാറ്റി വെച്ചിട്ട് ഹമാസിനെതിരെ പ്രതിഷേധിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരു രീതിയിൽ ഇത് സംഭവിക്കത്തില്ല. കാര്യം അവിടെ ഹമാസിനെതിരെ
ബൈ നാച്ചുറലി അവരുടെ സംഭവം വരും. അതെന്താണെന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പാർട്ടികളെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഫത്തേ പാർട്ടിയെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് പഴയ ആൾക്കാർ. അതേപോലെ ഈ തോക്കൊക്കെ എടുത്ത് വെടിവെക്കുന്നതിൽ ഭയങ്കര ഹരം കൊള്ളുന്ന കുറച്ച് യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പുതിയ തലമുറ, അവരൊക്കെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ആ രീതിയിൽ രണ്ട് സെക്ടായിട്ടാണ് ആൾക്കാരുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഫത്തേ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഹമാസിനെ എതിർക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷെ അവരൊന്നും പൂർണ്ണമായിട്ട് ഇവരെ അങ്ങ് ഇല്ലാതാക്കണം, ഉന്മൂലനം ചെയ്ത് കളയണം എന്നുള്ള അഭിപ്രായമൊന്നും അവർക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. ഏതൊരു വേദ അവരുടെ ചോരയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ആ രീതിയിലല്ല പറയുന്നത്. അവർ ഹമാസിനെ ഇപ്പൊ തൽക്കാലം വെളിയിൽ പോകുക എന്ന് പറയുന്നത് ഇസ്രായേൽ കൊടുക്കുന്ന ഒരു പ്രഷർ. ഇസ്രായേലിന്റെ ബോംബ് മഴ ഗാസയ്ക്കുള്ളിൽ വീഴുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലും ഹമാസിനെ എതിർത്ത് പ്രൊട്ടസ്റ്റ് ചെയ്താലെങ്കിലും ഇസ്രായേലിന് മനം മാറിയിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ ജനങ്ങൾ, അതായത് പൊതുജനങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ, ഹമാസ് മാത്രം പുറത്തു പോയാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് വരുമോ എന്നുള്ള ചില ചിന്തകളിൽ രൂപപ്പെട്ടു വന്നതാണ് ഈ വക പ്രതിഷേധങ്ങളൊക്കെ. അല്ലാതെ അതിലുപരിയായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതിനകത്ത്. ഇതേ ഇവറ്റകള് വീണ്ടും പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ IDF പുറത്തു പോട്ടെ, ഇതേ ആൾക്കാർ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന്മാരുടെ അടുത്ത് പോയിട്ട് അവന്മാർക്ക് പൂവും മറ്റുള്ള പല പരിപാടികളും ആരാധനയും എല്ലാം ചെയ്തുകൊണ്ട് നടക്കും ഈ ആൾക്കാർ. ഇതേ ഗാസയിൽ ഇവർ ചെയ്തതാണ്. ഫ്ലവേഴ്സ് വാരി തീവ്രവാദികളുടെ മേളിൽ ഇങ്ങനെ ഇട്ട് ഭയങ്കരമായിട്ടുള്ള ആഘോഷമായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള സ്വഭാവമുള്ള മിനിറ്റിന് ചേഞ്ച് ചെയ്ത മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഗാസയിലെ ജനങ്ങൾ. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ നടക്കുന്ന പ്രതിഷേധമൊക്കെ വെറും കൺതുടപ്പ് മാത്രമാണ്. ഇത് ഇസ്രായേലിനെ ഒന്ന് കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്ക് നാടകമാണ്. പക്ഷെ ഈ നാടകം ഒരുപാട് IDF കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാടകം ഇവിടെ വില പോകില്ല എന്നുള്ളതാണ് IDF പറഞ്ഞിട്ട് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എവാക്യുവേഷൻ നോട്ടീസുകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇറങ്ങി പൊയ്ക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂത്തികളുടെ ഭാഗത്ത് തകൃതിയായിട്ടുള്ള ആക്രമണം 24-25 ആ രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ ആക്രമണം നടത്തിയതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 24-25 ആ രാത്രിയിൽ, മീൻസ് ലാസ്റ്റ് നൈറ്റ്, അതാണ് പറയുന്നത്. ശക്തമായ ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഹൂത്തികൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ്. ഹൂത്തികൾ എപ്പോഴും ഞങ്ങൾ അമേരിക്കൻ ഷിപ്പിനെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ, അത് വെറും ഡയലോഗ് മാത്രമാണ്. അമേരിക്ക വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് 9 റോക്കറ്റുകൾ ഷിപ്പിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. 9 റോക്കറ്റുകൾ ഹൂത്തികൾ തൊടുത്ത 9 മിസൈലുകൾ, ഷോർട്ട് റേഞ്ച് മിസൈലുകൾ അമേരിക്കയുടെ ഷിപ്പിന് നേരെ വന്നിട്ടുണ്ട്. അതിനെ അമേരിക്കൻ ഡിസ്ട്രോയേഴ്സ് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഹൂത്തികൾ പറയുന്ന പോലെ ഒരു രീതിയിലുള്ള ചെറിയ പോരൽ പോലും അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയേഴ്സിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് അടിക്കാൻ പറ്റില്ല. ഈ ഹൂത്തികളെ അറ്റാക്ക് ചെയ്യുമ്പം അമേരിക്ക നേരിടുന്ന ഒരേ ഒരു ബുദ്ധിമുട്ട് അത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇവര് റണ്ണിങ് മോഡിലാണ് മിസൈൽ വിടുന്നത്. അത് ഇവരൊരു വെഹിക്കിൾ വെച്ചിട്ടുണ്ട്, മിസൈൽ വിടാൻ വേണ്ടിയിട്ട് ഒരു വെഹിക്കിൾ ഉണ്ട്. ആ വെഹിക്കിളിൽ ഇവർ മിസൈല് ഇങ്ങനെ റൺ ചെയ്ത് വരിക, ഇവർ ട്രാൻസ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഡിപ്ലോയ് ചെയ്യാണ്. മിസൈൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ട ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ആ വെഹിക്കിൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് വേറൊരു മാർഗം അമേരിക്ക ഇപ്പം ചൂസ് ചെയ്തിട്ടുണ്ട്, സമറൈൻസ് കൊണ്ട് ഈ ഒരു യമന്റെ ആ ഒരു തീരത്തിന്റെ അടുത്ത് കൊണ്ട് നിർത്തുക. എന്നിട്ട് അവിടെ നിന്ന് മിസൈൽ ഡിപ്ലോയ് ചെയ്യുന്ന രീതിയിലുള്ള ചില സംവിധാനങ്ങൾ ഇപ്പൊ തയ്യാറാക്കുന്നുണ്ട്. 2 സമറൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ 2 സമറൈൻസ് ഇപ്പം എത്തിയിട്ടുണ്ട്. അവിടെ 2 എയർക്രാഫ്റ്റ് കാരിയർ ഫ്ലീറ്റ് അവിടെ ഉണ്ട്. കാൾസൺ ഉണ്ട്, അതേപോലെ ഹാരിയസ് ട്രൂമൻ ഉണ്ട്. ഈ 2 ഫ്ലീറ്റുകൾ അവിടെ ഉണ്ട്. രണ്ടും ശക്തമായ അട്ടിപ്പൊളി സാധനങ്ങളാണ്, പൊട്ടാസ് സാധനങ്ങൾ. 100-135 F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത്. ഈ ഹൂത്തികളുടെ കഥ കഴിഞ്ഞ്, അതാണ് നമുക്ക് പറയാനുള്ളത്. ആ രീതിയിലുള്ള അറ്റാക്കാണ് ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഈ സാദ എന്ന് പറഞ്ഞ സ്ഥലം മൗണ്ടൻ പ്രദേശമാണ്. ഏതാണ്ട് 1800 മീറ്റർ കടൽ നിരപ്പിൽ നിന്നും ഉയരത്തിലാണ് ഉള്ളത് ഈ മൗണ്ടൻസ് എല്ലാം. ഇതിനകത്ത് ഈ മൗണ്ടനുകളിൽ ഏതാണ്ട് 50,000 കുടുംബങ്ങൾ താമസിക്കുന്നതാണ് പറയുന്നത്. ഈ ഒരു മലനിരകളിൽ, ഈ ഒരു സാദ എന്ന് പറയുന്ന ഈ ഒരു സൗദിയെ ചേർന്ന് കിടക്കുന്ന ആ മലനിരകളിൽ 50,000 ഹൂത്തി ഫാമിലികൾ താമസിക്കുന്നതാണ് പറയുന്നത്. അവിടെയാണ് പ്രധാനമായിട്ട് ഇവരുടെ ഒളി കേന്ദ്രം. അവിടെയാണ് തകൃതിയായിട്ട് ആക്രമണങ്ങൾ നടക്കുന്നത്. ഇതിലുപരിയായിട്ട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ ആക്രമിച്ചിട്ടുണ്ടെന്നുള്ളത്. ഈ ഹൂത്തികളുടെ ഭാഗത്ത് 21 ഗവർണറേറ്റുകൾ ഉണ്ട്. 21 ഗവർണറേറ്റുകൾ. ഈ 21 ഗവർണറേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയാസ് റൂൾ ചെയ്യുന്ന പോലെ മുനിസിപ്പാലിറ്റി ഓഫീസ്, അത് അങ്ങനെ വിചാരിച്ചാൽ മതി. അതാണ് സംഭവം. അപ്പൊ ഈ മുനിസിപ്പാലിറ്റി ഓഫീസുകൾ എന്ന് പറഞ്ഞ ഈ ഒരു ഗവർണറേറ്റിൽ 8 ഗവർണറേറ്റ് കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. ഇത് സന ഉൾപ്പെടെ ഈ സാദ ഉൾപ്പെടെ ആ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടെ ചേർത്തിട്ടാണ്, ഈ സന പിന്നെ സാദ ഈ സ്ഥലങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു 21 ഗവർണറേറ്റുകളിൽ, ഹൂത്തികളുടെ കൺട്രോളിലുള്ള 21 ഗവർണറേറ്റുകളിൽ 8 ഗവർണറേറ്റ് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതിലുപരിയായിട്ട് മിലിറ്ററി ബേസുകൾ, മിലിറ്ററി ഫെസിലിറ്റീസ്, കമാൻഡ് സെന്റേഴ്സ്, ഇത്രയും സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്ത് പ്രിസിഷൻ ഗൈഡ് മിസൈൽ വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ഈ സാദ ഭാഗത്ത് മിലിറ്ററി ബാരക്കുകൾ, അതേപോലെ തന്നെ ഹൈഡിംഗ് സോൺ, ഇവരുടെ കുറെ ഹൈഡിംഗ് സോൺ ഗുഹകളൊക്കെ ഉണ്ട്. ആ തുരങ്കങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെയൊക്കെ ബങ്കർ ബസ്റ്റർ വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. സാദ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഹ്സ എന്ന് പറഞ്ഞ സിറ്റി പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുകയാണ്. കഹ്സ എന്ന് പറഞ്ഞ ഒരു സിറ്റി തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. ബ്ലഡി അറ്റാക്ക്. ഇപ്പോഴും US ഇന്റലിജൻസ് പറയുന്നത് ഹമാസ് ആയാലും ഹൂത്തികളായാലും നിലവിൽ തന്നെ ഒരു ത്രെട്ട് തന്നെയാണ്. ഇതുവരെ അവരുടെ ഭീഷണിയുടെ അളവ് കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇസ്രായേലിന്റെ ഉള്ളിൽ മിസൈൽ തൊടുക്കാൻ ഹൂത്തികൾക്ക് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഹമാസിന് റോക്കറ്റ് തൊടുക്കാനുള്ള കപ്പാസിറ്റിയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭീഷണി എന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് പറഞ്ഞു വെക്കുന്നത്.
അപ്പൊ എന്തായാലും മിഡിൽ ഈസ്റ്റിലെ സമഗ്രമായ വിവരം ഞാൻ ഇസ്രായേലിനെ കുറിച്ചും അതുപോലെ തന്നെ ഹൂത്തികളെ കുറിച്ചും ഈ അമേരിക്കയുടെ ഇന്റർഫിയറൻസിനെ കുറിച്ചൊക്കെ തന്നു കഴിഞ്ഞു. അപ്പൊ ഇതിൽ കൂടുതൽ വിശേഷങ്ങൾ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.